കേൾന്ന് മാറാൻ അതേലും ഒന്ന് പറയുമ്പോ അവൻ ദരിദ്രനെ പ്രഭുക്കന്മാരോട് കണ്ടില്ലേ ഈ പ്രഭുക്കന്മാരുടെ കൂടിരുത്തുക. ലോകപരമായിട്ട് വിദ്യാനിപുണന്മാരും കുടുംബശ്രേഷ്ഠതയുള്ളവരും കാര്യമുള്ളവരും മാസത്തൊക്കെ എന്നേക്കാരും ആരോഗ്യമുള്ളവരോട് പോകണ്ട. പിന്നെ സ്തോത്രം. എന്നാൽ ഇവരുടെ കൂടെ എന്നെ ഇരുത്തുക. വന്നപ്പാണ്ട് പിടിച്ചു പിടിയിരുത്തി എന്നെ കുപ്പയിൽ നിന്നും ഉയർത്തി നീ കുപ്പയിൽ നിന്നും ഉയർത്തി നീ ഒപ്പമിരുത്തിയതെന്നെ അത്ഭുതം വരാ ഒപ്പമിരുത്തിയതെന്നെ അത്ഭുതം വരാ മനുവേല വന്ദനം സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. 2 സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. 3 സുവിശേഷം നിന്നെ ഉയർത്തുന്ന മാർഗമാണ്. ഉയർത്തും. ഞാൻ 3 പോയിന്റ് ഇന്ന് പറയുന്നുള്ളൂ. ദൈവം അനുവദിച്ചാൽ ബാക്കി ഒരു 10-12 ഉണ്ട്. അത് നാളെ പറയാം. കാരണം ഇന്ന് എടുത്ത വാക്യത്തിലോട്ടൊന്ന് വരണമല്ലോ. ഇതിന്റെ ബാക്കി നാളെയും കൂടെ ചേർത്തായിരിക്കും. കുഴപ്പമില്ല. അപ്പം സുവിശേഷം 1 നിന്നെ രക്ഷിക്കും. 2 സുവിശേഷം നിനക്ക് സമാധാനം തരും. 3 സുവിശേഷം നിന്നെ ഉയർത്തും. ബാക്കി ഇതിനോട് ബന്ധപ്പെട്ടത് ദൈവം അനുവദിച്ചാൽ നാളെ ഗുണമാകാനാണ് ഇതൊക്കെ മതി. എടുത്ത വാക്യത്തോടൊന്ന് പൂർവ്വപുലർത്തണമല്ലോ. നമ്മൾ ആ യോഹന്നാന്റെ സുവിശേഷം 10:4 വായിച്ചത്. ദൈവത്തിന് മഹത്വം. ഓർപ്പിച്ചല്ലോ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. ഓരോ അധ്യായത്തിലും യേശുക്രിസ്തുവിന്റെ മഹിമയും മഹത്വവും വെളിപ്പെടുത്തുക. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായി അവിടുന്ന് പരിരക്ഷിക്കുക. 2-ാം അധ്യായത്തിൽ അവൻ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം. 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. അത് നിക്കോദോമസിനോടാ പറയുന്നത്. പുള്ളി വലിയ മിടുക്കലാണ്. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. നിക്കോദോമസ് പുള്ളിയെ പറ്റി കേൾക്കുന്ന 1 പുള്ളി 3-ാം അധ്യായത്തിന്റെ 1 വായിച്ച് ദൈവദാസനെ 3-ാം അധ്യായത്തിന്റെ 1 നമുക്ക് അറിവുള്ള വാക്യമാണ്. ഇന്നലെ 1 വായിച്ചു. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദോമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നവരോട് ശ്രദ്ധിക്കൽ 1-2 കാര്യം പറഞ്ഞേച്ചങ്ങ് പോകാം. എല്ലാം പറയാൻ നേരമില്ല. ഈ നിക്കോദോമോസിനോട് യേശു പറയാ വീണ്ടും ജനിക്കണം.
പുതുജനനം അത്യാവശ്യമാണ്. അപ്പൊ ആരായി വീണ്ടും ജനിക്കേണ്ടത്? ചില ആൾക്കാര് ധരിക്കുന്നത് വേറെ ആൾക്കാരല്ല, എല്ലാവരും വീണ്ടും ജനിക്കണം. ഒന്ന് ഇദ്ദേഹം പ്രമാണിയ, അപ്പൊ പ്രമാണിമാര് വീണ്ടും ജനിക്കണം. ഞാൻ പൊടിയാട്ടുപിള്ളയിലെ വലിയ പ്രമാണിയാന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല, നീ വീണ്ടും ജനിക്കണം. സ്തോത്രം. എല്ലാവരും വീണ്ടും ഞാൻ വിവരിക്കുന്നില്ല, സമയത്തായി പോയപ്പോൾ നാളെ പറയാൻ ഒക്കുന്നെങ്കിൽ നാളെ 2 മണിക്കൂർ തരണം. ഇന്നിപ്പോ ഞാനെല്ലാം അങ്ങ് വെട്ടിച്ചു. ഈ സമയം കൂടുതൽ വെക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഈ 2 ശീലം പാടുന്നത് കൊണ്ടാണ്. മറ്റുള്ളവർക്ക് ഇത്രയും വേണ്ട, കാരണം അവര് അത് പൂർണ്ണമായിട്ടങ്ങ് പാടും. നമ്മുടെ ഇടയ്ക്ക് നിന്ന് കഴിക്കില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഓരോ അധ്യായത്തിലും യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാണ്. 2-ാം അധ്യായത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം. 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ധീരങ്ങളും വ്യാധികളും പൊറപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നടക്കുമെന്ന ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മനിറവിനെ കൊടുക്കുന്ന സർവശക്തനായ ദൈവം. 8-ാം അധ്യായത്തിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവം. 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ ദൈവം. ഓരോ അധ്യായത്തിൽ അവിടുത്തെ മഹിമയും ശക്തതയും ഐശ്വര്യവും വെളിപ്പെടുത്തി. നമ്മൾ 10-ാം വായിച്ചത്. ആ 4-ാമത്തെ വാക്യത്തിൽ എടുത്തു പറയുക, തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയി. തനിക്കുള്ളവയൊക്കെയും പുറത്ത്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ദൈവത്തിന് മഹത്വം. ദൈവത്തിന് ആവശ്യമുള്ളതിനെ എല്ലാം ദൈവം പുറത്തിറക്കും. 1-2 കാര്യങ്ങൾ വിശദീകരിക്കാതെ പോയിന്റ് മാത്രം പറഞ്ഞ് ഇന്ന് നിർത്താം. അതിനെ ഇന്ന് സമയം അനുവദിക്കുന്നുള്ളൂ. എന്നാലും ഇത്ര സമയം തന്നതിന് നന്ദിയുണ്ട്. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് ആവശ്യമുള്ളതിനെ എല്ലാം സമയമാകുമ്പോൾ ദൈവം പുറത്തിറക്കും. ചില കാര്യങ്ങളൊന്നും ചിന്തിച്ചേച്ച് വിശദീകരിക്കുന്നില്ല, പോയിന്റ് മാത്രം വായിച്ചു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 23. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. യോശുവ 6-23 പെട്ടെന്ന് വായിച്ചു. ദൈവദാസൻ. അങ്ങനെ ഒറ്റുകാരായ യൗവനക്കാർ ചെന്നു രാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു. തനിക്കുള്ളവയെ പുറത്തിറക്കുന്ന ദൈവം. പശ്ചാത്തലമാകും നമുക്കറിയാം. ഇസ്രായേൽ യാത്ര ചെയ്ത് മുൻപോട്ട് വരികയാ, കനാനെ ലക്ഷ്യമാക്കി. ആ വരുന്ന യാത്രയിൽ ഇതിനിടയ്ക്ക് 40 കൊല്ലം കൊണ്ട് 42 ഏകദേശം പാളയം അടിച്ചു വരികയും മുൻപോട്ട് വരികയാ. അങ്ങനെ വന്നതിനിടയ്ക്ക് അഹരോൻ മരിച്ചു, മിറിയാം മരിച്ചു, മോശ മരിച്ചു. ദൈവമടക്കി മോശയുടെ കൈക്ക് വെള്ളമടിച്ച യോശുവ നേതൃത്വം നിരയിൽ വന്നു. അതിനകത്തൊരു മർമ്മമുണ്ട്. സോദരി, ഇത് മക്കത്തായമൊന്നും അല്ല കേട്ടോ. ഇപ്പൊ എല്ലാം മക്കത്തായമ. അപ്പം ചാകുമ്പോ മോനെ പിടിച്ച് ഓവർഹിയർ ആക്കുക. ഇല്ലെങ്കിൽ അപ്പം പോകുന്നതിന് മുന്നേ അതിനുള്ള കുരു കൊപ്പിച്ചേച്ച്, അല്ലെ സൂപ്രണ്ട് ആകുമ്പോ സൂപ്രണ്ടിന്റെ മോനെ എങ്ങനെയാലും അടുത്ത സൂപ്രണ്ട് ആക്കാനുള്ള സൂത്രമല്ല. പ്രസിഡന്റ് ആണെങ്കിൽ പ്രസിഡന്റ് ആകുന്നതിന് മുന്നേ മോനെ എടാ ഇത് വിളിയുള്ളവൻ ചെയ്യണം, അല്ലാതെ മക്കൾക്ക് കൊടുക്കുന്നതല്ല. വിളിയുള്ളവൻ എല്ലാ ചൂണ്ട് കൂർപ്പിച്ചിരിക്കുന്നു. ഉള്ള കാര്യമായി പറയാം. ദൈവത്തിന് മഹത്വം. ഇത് മക്കളിൽ കൂടെ അങ്ങോട്ട് കൊടുക്കുന്ന മാർഗമല്ല, ഇത് അഭിഷേകമുള്ളവൻ ചെയ്യണം. നമുക്കറിയാമല്ലോ, ദാവീദിന്റെ അടുക്കൽ വന്ന അബ്ശാലോം രാജ്യത്തെ ചോദിച്ചു. ദാവീദ് കൊടുത്തില്ല, വൈരാഗ്യം ഉണ്ടായിട്ടല്ല. അബ്ശാലോമിനെ ദാവീദ് സ്നേഹിക്കുക. അതുകൊണ്ടല്ലോ യോവാബും ഇവരെല്ലാം കൂടി യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഈ തന്നെ ധാരാളമായിട്ട് ഉപദ്രവിച്ച ആ മകനെ പറ്റി അപ്പന്റെ ഹൃദയം, എന്റെ മകനെ അതെ അബ്ശാലോം കുമാരനെ എന്നെ ഓർത്തവരോട് കനിവോട്. ഇതാണ് അപ്പന്റെ ഹൃദയം. എന്നെ ഓർത്ത് കുമാരനോട് കനിവ് തോന്നണം. അപ്പന്റെ ഹൃദയമാണ്. പക്ഷെ രാജ്യത്തെ ചോദിച്ചപ്പോൾ, സിംഹാസനം ചോദിച്ചപ്പോൾ കൊടുക്കാഞ്ഞത് അത് അഭിഷേകമുള്ളവരിക്കണം. 3 അഭിഷേകമല്ലയോ പ്രധാനപ്പെട്ട? ജ്ഞാനാഭിഷേകം, പുരോഗതി അഭിഷേകം, പ്രവാചക അഭിഷേകം. അബ്ശാലോമിന് അഭിഷേകമില്ല, പക്ഷെ കസേര കിട്ടണം. ഇപ്പോഴെല്ലാം കസേര മേടിക്കാൻ എങ്ങനെയാണ് സൂത്രം? വോട്ട് മേടിക്കുകയും ചീട്ടുകയും സൂത്രം കൊടുക്കുകയും ഇന്നൊരാൾ കാഴ്ച വീശുന്നുണ്ട്. എങ്ങനെയും ഒന്ന് കയറി പറ്റണം. ചെലവിനെ അള്ളി പിടിച്ചിരിക്കുക, ഉടുമ്പ് പിടിക്കുമ്പോൾ ഇവ പോകുക. എത്രയോ വർഷമായിട്ട് ഇങ്ങനെ അള്ളി പിടിച്ച് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പന്റെ ഹൃദയത്തിൽ പ്രിയമുണ്ട്. അപ്പന്റെ വിശേഷത കരുണ. അപ്പന്റെ മക്കളോട്
കൊടുക്കേണ്ടത് അഭിഷേകത്തിന്റെ ശുശ്രൂഷയാണ്, കൊടുത്തില്ല. പക്ഷെ യോശുവയുടെ നേതൃത്വത്തിലാക്കി, വിവരിക്കുന്നില്ല. അങ്ങനെ യോശുവയുടെ നേതൃത്വത്തിൽ ഇവര് കനാനിലോട്ട് പോവുക. അങ്ങനെ വരുന്ന വേളയിൽ യോർദാൻ കിടക്കുക. അപാകമൊക്കെ നിങ്ങൾക്കറിയാം. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്ങൾ വെള്ളത്തിന്റെ ഭക്കത്ത് മുട്ടിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നുള്ളതാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും വിവരിക്കുക. അങ്ങനെ ഇവർ അക്കരെ കയറി ഇവർ നിമിത്തം എരികോമെല്ലാം അടച്ച് ഉറപ്പാക്കി ഭദ്രമാക്കി വെച്ചിരിക്കുക. പക്ഷേ യോശുവ ഒറ്റുകാരി അയച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ആ ഒറ്റുകാരി ദേശം ഇങ്ങനെ വീക്ഷിച്ചു വന്നപ്പോൾ രാജാവിന്റെ വീട്ടിൽ ചെന്നു. ദൈവത്തിന്റെ മകത്വം. അവിടെ ഒരു പദമുണ്ട്. രാജാവ് ഇവരെ കൈക്കൊണ്ടു. കൈക്കൊണ്ട് ആ പദമാണ് എനിക്ക് കിട്ടണ്ടേ. രാജാവ് ഇവരെ കൈക്കൊണ്ട്. രണ്ട് പദം, രണ്ട് മാറ്റത്തിന് കൈക്കൊണ്ടെന്ന അത് ഒന്ന് വായിച്ചേ കർത്തദാസിനെ. അത് യോശുവയുടെ പുസ്തകത്തിലില്ല. എബ്രായ ലേഖനം 11:31 യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 23 ഒന്ന് വായിച്ചേ. രാഗം 25-ാം വാക്യവും വായിച്ചേ. എബ്രായ ലേഖനം 11:31 വായിച്ചേ. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു. ഇനി യാക്കോബിന്റെ ലേഖനം 2:25 ചേർത്ത് വായിക്കണം. അവിടെ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവൻ രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും കൈക്കൊണ്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ സുവിശേഷം ഇന്ന് രാത്രി നീ കൈക്കൊള്ളണം. ഒത്തുകാരി വന്ന് പറഞ്ഞതെന്നാന്നറിയാമോ? അവൻ ദേശം കൈയടക്കാൻ പോവുക. ദേശം ഞങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുക. അതുകൊണ്ട് അവൻ സ്വന്തം സകല എണ്ണവും അവൻ നശിച്ചു പോകാതെ രക്ഷപ്പെടണം. അതിനൊരു മാർഗമുണ്ട്. ഒരു പെട്ടകവുമായിട്ടൊരു ജനം വരുന്നുണ്ട്. ആ പെട്ടകത്തെയും ജനത്തെയും അംഗീകരിക്കുകയും അവൻ ബഹുമാനിക്കുകയും ചെയ്താൽ നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയുണ്ട്.